പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഷോക്ക് അടിക്കുന്നത് പോലെ എനിക്കൊരു വലിയ സംഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ കണ്ണടച്ചു നിന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു 2-3 നിമിഷം കൂടി ഇത്ര നല്ല ദൈവത്തിനു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, ഇത്ര നല്ല ദൈവത്തിനു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി കാഴ്ച വച്ചിടാം, എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി കാഴ്ച വച്ചിടാം. എൻ്റെ പേര് DS ഗീതാമധു. ഞാൻ വർക്കലയിൽ നിന്ന് വരുന്നു. ഞാൻ ഹിന്ദുവാണ്. ഞാൻ അമ്മയെ അറിഞ്ഞത് 2020 6-ാം മാസം എനിക്കൊരു കൃപാസന പത്രം കിട്ടി. ആ പത്രം കിട്ടിയ വീട്ടുകാരോടത്ത് ഒന്ന് പോകാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് പറ്റിപ്പാണ്, കളവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പത്രം കണ്ടപ്പോൾ കൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെന്നുള്ള അതിയായ മോഹം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ച് ഈ പത്രം ഞാൻ എടുത്തോട്ടാന്ന് ചോദിച്ച് എടുത്തോന്ന് പറഞ്ഞു. ഈ പത്രം കൊണ്ടുവന്ന് പിന്നെ യൂട്യൂബ് തുറന്ന് അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേട്ട് തുടങ്ങി. അതെല്ലാം എഴുതി വെച്ച് അതേ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ഒരു സുഖമില്ലാതെ കോട്ടയത്താണ്, അവിടെ കിടക്കുമായിരുന്നു. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്കൊരു പത്രം കിട്ടിയടി മോളെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ ഞാൻ പോയി ഉടമ്പടി എടുത്തു, ഞാനും അപ്പച്ചിയും പോയി ഉടമ്പടി എടുത്തു. പക്ഷേ ഈ പത്രം ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, ഇവിടെ ആരും വാങ്ങത്തില്ല, ഇവിടെ എല്ലാവരും പോണവരായി കൊണ്ട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഈ പത്രം എനിക്കിതാ മോളെ, ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉപവാസവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതിലെല്ലാം കാണിച്ചിരിക്കുന്ന എല്ലാ രീതിയിലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ പത്രം കിട്ടി എൻ്റെ അന്ന് ഞാൻ ആദ്യമായി കൊടുത്തത് ഉപവാസത്തിൻ്റെ അന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മോള് കൊച്ചുമോള് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കാറുണ്ട്. രാവിലെ അതിന് വണ്ടിയുടെ സൗകര്യത്തിന് വേണ്ടി വരുന്നതാണ്. അവർ അപ്പായുടെ ഭക്തരാണ്. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞ് മോളെ ഇങ്ങനെ ഒരു പത്രം കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛാമ്മ എനിക്കൊരു പത്രം വേണമെന്ന് പറഞ്ഞു. ഈ പത്രം ഞാൻ കൊച്ചിന് ഞാൻ പറഞ്ഞ് രാവിലെ ഞാൻ ഉപവാസമാണ്, പ്രാർത്ഥന തുടങ്ങാൻ നേരം ഞാൻ മോൾക്ക് പത്രം തരാം, ആദ്യമായി പത്രം കൊടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. ആദ്യമായി കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ പത്രം കൊടുത്തിട്ട് ഈ പത്രങ്ങളെല്ലാം കൂടി ചേർത്ത് ഞാൻ എൻ്റെ നെഞ്ചോട് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഷോക്ക് അടിക്കുന്നത് പോലെ എനിക്കൊരു വലിയ സംഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ കണ്ണടച്ചു നിന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു 2-3 നിമിഷം കൂടി എൻ്റെ അമ്മ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പത്രങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തു. ഞാൻ വരണമെന്ന് വളരെ ആഗ്രഹിച്ചു. അപ്പോഴൊന്നും എനിക്ക് നടന്നില്ല. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്രം കൊടുത്ത ആൾക്കാർ, ഒരു വണ്ടി ആൾക്കാർ ഇവിടെ വന്നിരുന്നു. തിരിച്ച് വന്നിട്ട് അവർ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞങ്ങൾ കൃപാസനത്തിൽ പോയി. യഥാർത്ഥത്തിൽ കേട്ടപ്പോൾ സന്തോഷവും സങ്കടം വന്ന കാര്യം, ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ വരാൻ. എനിക്ക് കാൽ 2 മുട്ടും നല്ല അവശതയിലാണ്. അപ്പോൾ എനിക്ക് ബസ് കയറി വരാനോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ നീ എന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അവൾ പറഞ്ഞ് 2ാമത്തെ പ്രാവശ്യം വരുമ്പം എന്നെ കൊണ്ടുവരാമെന്ന്. ഈ 2ാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി 2022 10-ാം മാസം 25-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ട്. എനിക്ക് പ്രാർത്ഥന വരം തന്നു എൻ്റെ അമ്മ ഒരു നിധി എനിക്ക് തന്നു. ആ നിധി ഞാൻ അവസാനം പറയാം. പിന്നെ എല്ലാ വിധത്തിലും ഏത് സമയത്തും എൻ്റെ അമ്മ എൻ്റെ അരികിലുണ്ട് എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ സുഗന്ധം ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കങ്ങളാണ്. എന്തെങ്കിലും വലിയ പ്രയാസം വന്ന്
ഞാൻ കരഞ്ഞണ്ട് ചെന്ന് കിടക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഒരു ദിവസം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് പോയി കുറച്ചുകൂടെ അങ്ങ് മാറി നിന്നപ്പോൾ ഒരു 6-7 പുരുഷന്മാർ നിൽക്കുന്നു. അതിൽ ഒരാളിന് എൻ്റെ അപ്പായുടെ അത്രയുള്ള മുടി, അതേ ശരീരം, അരയ്ക്ക് താഴ്വശം വസ്ത്രം ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നി എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ അമ്മ എൻ്റെ അപ്പയോട് ചെന്ന് പറയാണ് എന്ന് വിചാരിച്ചു. എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മയോടും അപ്പയോടും ഞാൻ പറയും, ഞാൻ മറ്റാരോടും ഷെയർ ചെയ്യാറില്ല. പിന്നെ എൻ്റെ രോഗങ്ങൾക്കെല്ലാം എന്ത് വന്നാലും ഞാൻ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് 2018 ഓവറിയിലൊരു 2 മുഴ, തൊണ്ടയിലൊരു മുഴ, തൈറോയ്ഡ്, അലർജി രോഗം, അങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ എൻ്റെ രോഗവിവരങ്ങളെല്ലാം വച്ചിരുന്നു, എൻ്റെ മക്കളുടെ കാര്യം വെച്ചിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വച്ചിരുന്നു. രോഗവിവരം വെച്ച് ഈ 2013 ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഈ ഓവറിൽ 2ലെയും മുഴ വളരെയധികം വളർന്നു കഴിഞ്ഞു. ഓവറി മാറ്റണമെന്ന് പറഞ്ഞു. തൊണ്ടയിലെ മുഴ വളർന്നു. അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്തായാലും ചെയ്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റ് ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഓവറിയോടുകൂടി എടുത്ത് മാറ്റിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതിന് ശേഷം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എൻ്റെ അപ്പയോടും അമ്മയോടും പറഞ്ഞു, എൻ്റെ ദേഹത്ത് കത്തി വയ്ക്കരുത്, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ഇവിടെ കിടന്നാൽ എൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ എവിടെ പോയാലും അപ്പനും അമ്മയും വരുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്ത് ചെയ്യാൻ നേരത്തും എൻ്റെ അപ്പൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റ് എന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ 2 ഓവറിയിലും മുഴയൊന്നും കാണുന്നില്ല. അവർ പിന്നെ ക്യാമറയൊക്കെ വെച്ചു എന്നെ പരിശോധിച്ച് നോക്കി. അപ്പോൾ ഈ 2 മുഴയും 2 ഓവറിയിലും കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയ്ക്കിപ്പം ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ ഇല്ല. അമ്മ പെട്ടെന്ന് സർജിക്കൽ വാർഡിൽ പോയി ഡോക്ടറെ കണ്ട് തൊണ്ടയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യിക്കാൻ നോക്കണം, ഇത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. ആ ഡോക്ടർ തന്നെ അവിടെ നിന്ന് സിസ്റ്ററേയും കൂട്ടി സർജിക്കൽ വാർഡിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തെ ആ ഡോക്ടർ പറഞ്ഞ്, എന്നും കുന്നും അനസ്തേഷ്യ ചെയ്ത് FNAC ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ, ഇനി റിസ്ക് എടുക്കരുത്, ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു, എന്ത് വന്നാലും എങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ച്, നരേന്ദ്രമോദിയുടെ 5 ലക്ഷം രൂപയുടെ കാർഡുണ്ടോ എങ്കിൽ അതിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അത് ചോദിച്ചതിൻ്റെ കാര്യം ആദ്യം ഞാൻ മൗനമായിട്ടിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, 10-20,000 രൂപയുടെ ടെസ്റ്റുകൾ ചെയ്യാൻ ഉണ്ട്, ഓപ്പറേഷത്തിന് 3 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയാൽ ആ കാർഡൻ പ്രകാരം എല്ലാ ടെസ്റ്റുകളും നടത്തിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ചത്തേക്ക് എന്നെ അഡ്മിറ്റിന് എഴുതി, അനസ്തേഷ്യയ്ക്ക് എഴുതി, ടെസ്റ്റിനെല്ലാം എഴുതി. ചൊവ്വാഴ്ച വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ വാർഡിൽ പോകാവൂ എന്നും പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച ദിവസം ഞാനും എൻ്റെ മരുമകളും എൻ്റെ മോനും എല്ലാവരും കൂടെ എല്ലാ സാമഗ്രിയും, അഡ്മിറ്റ് ആവേണ്ട എല്ലാ സാമഗ്രികളും കൂടി ഹോസ്പിറ്റലിൽ വന്നു. ആ ഡോക്ടറുടെ റൂമിൽ കയറാൻ 10 ചുവട് മുന്നേ വയ്ക്കവേ മറ്റൊരു ഡോക്ടർ എതിരെ വരുന്നു. അത് എൻ്റെ PRO ആയി ജോലി ചെയ്യുന്ന എൻ്റെ മരുമകളുടെ പരിചയത്തിലൊരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്ന് ചോദിച്ചു, എന്തിനാണ് വിദ്യ വന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷനുണ്ട്, അമ്മയെ അഡ്മിറ്റാക്കാൻ വന്നതാണ്. ഈ പിന്നെ അഡ്മിറ്റായ കാർഡ് മേടിച്ച്, അഡ്മിറ്റിന് എഴുതി തന്ന കാർഡ് മേടിച്ച് ഡോക്ടർ നോക്കിയിട്ട് തിരിച്ച് അവളെ കയ്യിൽ കൊടുത്തിട്ട് ഒരു 10 ചുവട് മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞു, വിദ്യ ഇഞ്ഞ് വാ, അമ്മേനെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാം. അപ്പം അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറാണത്, MBBSകാർ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടറാണ്. അവരാരും ഈ കാർഡിന്മേൽ കൈവയ്ക്കാറില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഡോക്ടറെ കാർഡിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അമ്മയെ കാർഡിലായാലും ഞാൻ തന്നെ ഓപ്പറേഷൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞ്, പോയി ഒരു ഫയൽ എനിക്ക് എടുക്ക്, ഞാൻ തിരിച്ചു വരുമ്പം ഞാൻ അമ്മയെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫയലെടുത്ത് ഞങ്ങൾ കാത്തിരുന്നു.
അപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ എൻ്റെ കൂടെ ഡോക്ടർ OP ദിവസമല്ലായിരുന്നു, എനിക്കായിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ എൻ്റെ കൂടെ മുഖത്ത് നോക്കി ചോദിച്ചു, അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിച്ച്. ഞാൻ നോക്കിയിരുന്ന് ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകളൂടെ നമുക്കിവിടെ ചെയ്യേണ്ടി വരും. കാരണം ഇത് വലിയ ഓപ്പറേഷനാണ്, സംസാരശേഷി പോകും. അതുകൊണ്ട് കുറച്ച് ടെസ്റ്റ് ഇവിടെ ഒരു നല്ല ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഈ ടെസ്റ്റിൻ്റെയൊക്കെ ഡേറ്റ് ആ ഡോക്ടർ തന്നെ ശനിയാഴ്ചത്തേക്ക് ലാബിൽ വിളിച്ച് അവരുടെയൊക്കെ ഓർഡർ ചെയ്ത് ഡേറ്റ് ഇട്ട്, എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോയി ശനിയാഴ്ച ദിവസം വരാൻ. ഞാനും എൻ്റെ മോനും മരുമകളും കൂടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പറഞ്ഞ്, മോനെ ഇതെൻ്റെ അപ്പായും അമ്മ മാതാവിനും അവൻ കൂടെ വിട്ട ദൂതനാണ്, എനിക്ക് ഈ ഓപ്പറേഷനും കാണത്തില്ല, എനിക്ക് ഓപ്പറേഷൻ നടക്കില്ല, അത് അവരെടുത്ത് മാറ്റും എന്ന് പറഞ്ഞു. അവൻ ഒന്ന് ചിരിച്ചു. അങ്ങനെ സ്കാനൊക്കെ ചെയ്ത ടെസ്റ്റുകളെല്ലാം ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിലും എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഈ തൊണ്ടയിലും ഓവറിയിലും രണ്ടിലും പിന്നെ മുഴയില്ല. അതേപോലെ 5 വർഷം കൊണ്ട് എനിക്കൊരു അലർജി രോഗം ഉണ്ടായിരുന്നു, അതെൻ്റെ അമ്മ എടുത്ത് മാറ്റി തന്നു. പിന്നെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് പിടിച്ച് നിർത്തുന്ന ഒരു ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അത് എല്ലാത്തിനും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പറയുകയാണ് ചെയ്യുന്നത്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് അമ്മ എടുത്ത് മാറ്റി. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു വായുനാറ്റം പോലെ വന്നു. അപ്പോൾ കൊച്ചു പറയും, അച്ഛമ്മയുടെ വായ്ക്ക് നല്ല സ്മെല്ല്. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നു. ആളുകളടുത്ത് ചെന്നിരുന്ന് സംസാരിക്കണ്ടേ, അതും ഞാൻ അമ്മയുടെ എന്ന് പറയും. അമ്മേ ഇങ്ങനെയാണ്, എനിക്ക് ആളുകളുടെ ഇടയിൽ സംസാരിക്കണ്ടേ, അവരെല്ലാം എന്നെ പുച്ഛിച്ച് തള്ളൂലേ എന്ന് ഞാൻ ചോദിക്കും. അതും എന്നിൽ നിന്ന് എൻ്റെ അമ്മ എടുത്ത് മാറ്റി തന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കാല് വിറയ്ക്കും, ഭയങ്കര വേദനയാണ്. 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് എവിടെയെങ്കിലും 10 മിനിറ്റ് ഇരുന്നാലേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ പരിപൂർണമായും സൗഖ്യമായില്ലെങ്കിലും എൻ്റെ കുടുംബം സംരക്ഷിക്കാനുള്ള ശേഷിയെല്ലാം എനിക്കുണ്ട്. പരിപൂർണമായ സൗഖ്യം എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്കെൻ്റെ അപ്പ ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, അതെല്ലാം നിറവേറ്റി തരുമെന്നും ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇത്രയും ചെയ്തു തന്ന അപ്പയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മോളുടെ കാര്യം, മരുമകൾക്ക് 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് രണ്ടാമത്തെ മരുമകൾക്ക് ജോലി കിട്ടിയില്ല. അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടിയിൽ വെച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് PR ആയി ജോലി ലഭിച്ചു. അവളുടെ ഭർത്താവിന് ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി, ഒരു സ്ഥലം വാങ്ങി, വണ്ടി വാങ്ങി, അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ തന്നു. ഇളയ മകൻ അവൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലെ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ജോലിയായി. ആ മോനും രണ്ടാമത്തെ ഇളയ മരുകൾ 11 വർഷമായി കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ആ മകൾക്കും ജോലിയായി. ആ മകൻ ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. പിന്നെ ചെറുതും വലുതുമായ അനേകം കാര്യങ്ങൾ എൻ്റെ അമ്മയും അപ്പായും എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ അപ്പയോട് അനുവാദം ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ പ്രാർത്ഥിക്കാൻ ഞാൻ 4:30 ആകുമ്പം എഴുന്നേറ്റ് 5 മണിക്ക് ജപമാല ചൊല്ലി തുടങ്ങും. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതും കഴിഞ്ഞ് അമ്മയുടെ ഒരു പ്രാർത്ഥന. ഇതെല്ലാം ഞാൻ എഴുതിയെടുക്കുന്നതാണ്, മൊബൈലിൽ നോക്കി എഴുതിയെടുക്കുന്നതാണ്. ഒരു 2 പേജ് വരും, അതെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അതും കഴിഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാവട്ടെ എന്ന് 111 പ്രാവശ്യം ഞാൻ ദിവസം ചൊല്ലും. അത് കഴിഞ്ഞ് ആമേൻ മരിയ എന്നുള്ളത് പറയും. അത് 111 വട്ടം പറയും. പിന്നെ ദൈവപിതാവേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാനായി അങ്ങേ കരം എൻ്റെ കുടുംബത്തിന്മേൽ ഒന്ന് നീട്ടണേ എന്ന് 9 പ്രാവശ്യം പറയും. അത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലി എൻ്റെ പ്രാർത്ഥന രാവിലെ ഞാൻ നിർത്തി. പിന്നെ
വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 9:30 മണിയാകുമ്പം 33 പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. 4 മണി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ചിന്തയാണ്. കുളിച്ച് പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കി 5 മണിയാകുമ്പോൾ ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ട് അറിയാവുന്ന എല്ലാ വചനങ്ങളും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ ജപമാല ചൊല്ലും, ഉടമ്പടി പ്രാർത്ഥന. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി 9:30 മണിയാകുമ്പോൾ ഞാൻ കിടക്കാൻ കയറും. ആ സമയത്ത് എൻ്റെ യേശു കർത്താവാണ്, ദൈവം അങ്ങേ മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർപ്പിച്ചു എന്ന് ഞാൻ ഉറങ്ങും വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആശുപത്രി പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് കാല് വയ്യാത്ത ഒരു രോഗിയാണ്. ബസ്സിലൊന്നും കയറാനും ഉറങ്ങാനും എനിക്ക് പറ്റത്തില്ല. പിന്നെ ആ പരിസരവാസികൾക്ക് ആരൊക്കെ അസുഖം വന്നാലും ഞാൻ അവിടെ പോവും, അവരെ കാണും. അങ്ങനെ എല്ലാവിധ ഇതും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഉപവാസം എടുക്കാൻ മാത്രം എനിക്ക് പറ്റിയിട്ടില്ല. കാര്യം ഞാനത് എത്ര ഓർമ്മയിൽ നിർത്തിയാലും ആ സമയത്ത് ഞാനത് മറന്നുപോകും. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ശനിയാഴ്ചയും ബുധനാഴ്ചയും ഞാൻ ഉടമ്പടി എടുക്കുമായിരുന്നു, ഉപവാസം എടുക്കുമായിരുന്നു. ഫുൾ ഉപവാസം എടുക്കും. എനിക്കറിയില്ല, ഞാൻ 2 ദിവസം ഉപവാസം എടുക്കുമായിരുന്നു. ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉപവാസം എടുക്കണമെന്ന് ചൊവ്വാഴ്ചയുടെ വൈകിട്ട് ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ ഒരിക്കലും മറക്കല്ലേ, നാളെ ഉപവാസമാണ്, എനിക്ക് ഉപവാസം എടുക്കണം. പക്ഷേ അത് ഞാൻ കറക്റ്റ് മറന്നിരിക്കും. ഇന്ന് വരെയും ഞാൻ ഉപവാസം എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നല്ലതും ചള്ളതുമായ കുറേ കാര്യങ്ങളും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഈ എൻ്റെ അപ്പായോടും അമ്മ മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ല. ഇത്ര നല്ല ദൈവത്തിനു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. ഇത്ര നല്ല ദൈവത്തിനു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി കാഴ്ചവെച്ചിടാം. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി കാഴ്ചവെച്ചിടാം. പിന്നെ ഞാൻ പലർക്കും പ്രാർത്ഥനകൾ അയച്ചു കൊടുത്തിട്ടും ഇല്ല. എൻ്റെ ചേച്ചിയുടെ മകളുടെ കാര്യം, അവനുള്ള ഭർത്താവിന് പോകാൻ കഴിയാതെ നിന്നു. ആകെ 3 ദിവസമേ ഉള്ളൂ. അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ആൻറ്റി വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നീയും അവിടെ ഇരുന്ന് പ്രാർത്ഥിയില്ലെന്ന് പറഞ്ഞ് വാട്സപ്പ് വഴി ഞാൻ പ്രാർത്ഥനകളെല്ലാം അയച്ചു കൊടുക്കും. അവളും ഞാനും പ്രാർത്ഥിച്ച് ആ കറക്റ്റ് പറഞ്ഞ ദിവസം തന്നെ അവന് പോകാൻ സാധിച്ചു. അതുപോലെ പലർക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പലരുടെയും ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഈ പത്രം കൊടുത്ത സമയത്തിരി അവമാനങ്ങളൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ അതൊന്നും വകവെച്ചിട്ടില്ല. ഒരു ക്യാൻസർ രോഗി, അവരെ ചെന്ന് കണ്ടാൽ ആരും അവരുടെ പോവാത്ത രീതിയിലുള്ള അവസ്ഥ. ഞാൻ അവരെ ചെന്ന് കണ്ട് ഞാൻ അവർക്ക് വേണ്ടി അപ്പോഴത്തേക്ക് ഒരു ആശ്വാസമെങ്കിലും വരട്ടെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 3-4 ദിവസം ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന്. പിന്നെ അതൊരിതായി, പ്രാർത്ഥിക്കാം, പിന്നെ കൃപാസനം ഞങ്ങളുമൊക്കെ പോയ തന്നെ ഇതെല്ലാം കളവാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അവരുടെ കഴിഞ്ഞ ആഗസ്റ്റ് 1-ാം തീയതി ഞാൻ ഇവിടെ വന്നിരുന്നു. അവരുടെ പേരും ഒക്കെ എഴുതി കൊണ്ടുവന്ന് വെച്ച് ഇവിടുത്തെ ആരാധന സമയത്ത് ഞാനത് നിവർത്തി വെച്ചു പ്രാർത്ഥിച്ചു. അപ്പായി ഞാൻ ഒത്തിരി അപമാനം സഹിച്ചു. ഈ അസുഖം അവരിൽ നിന്ന് ഭേദമാക്കി കൊടുക്കണമേ, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് ആഗസ്റ്റ് 1-ാം തീയതിയാണ് ഇവിടെ പ്രാർത്ഥിച്ച് എഴുതി കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ അവർക്ക് പരിപൂർണ സൗഖ്യം കിട്ടി എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഒരു ക്യാൻസർ രോഗിയാണ്. പക്ഷേ അവരുടെ ഈ സഹിക്കാൻ വയ്യാത്ത വേദനകളും എല്ലാം മാറി അവരിപ്പോൾ എഴുന്നേറ്റിരുന്ന് എല്ലാവരുടെയും സംസാരിക്കുകയും എടുക്കുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്യും. അന്ന് കണ്ട ഒരു രീതി അവർക്കില്ല. അങ്ങനെയുള്ള അനേകായിരം കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവും അപ്പായും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ജോസപ്പച്ചന് എത്ര വാഴ്ത്തിയാലും തീരത്തില്ല. ഇത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് പങ്കുവെച്ച് നമുക്ക് അറിവ് തന്ന് ജോസപ്പച്ചന് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കുവാൻ ഞാൻ എൻ്റെ അപ്പായോട് നിത്യമായി പ്രാർത്ഥിക്കും.